നമ്മുടെ ഈ ഓണക്കാലത്ത് ഒരുപാട് പാട്ടുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഒരു സാറ് തന്നെ പുതിയതായി ഒരു പാട്ട് രചനാ സംവിധാനം ചെയ്തു റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് SKVHS പത്തിയൂരിലാണ് നിൽക്കുന്നത്. ആ സ്കൂളിലെ ഒരു അധ്യാപകനായിരുന്നു. ഇപ്പോൾ സാറ് റിട്ടയർമെൻറ്റ് ജീവിതം ആസ്വദിക്കുകയാണ്. ആ സമയത്ത് സാർ ഒരു മനോഹരമായ ഒരു ഓണപ്പാട്ടാണ് രചിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സാറിനോട് ചോദിക്കാം അതിൻ്റെ വിവരങ്ങളും സാർ രണ്ടുപേരും പാടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓണം ആകുമ്പോൾ നമ്മൾ ഒരുപാട് പാട്ടുകളിലൂടെ എല്ലാം നമ്മൾ സഞ്ചരിക്കും. പക്ഷെ നമ്മൾ പുതിയ നാട്ടിൽ നമ്മുടെ പുതിയ ഓണത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സാറ് പാട്ട് രചിച്ച് സംവിധാനം ചെയ്യുന്നതൊക്കെ നമുക്കൊരു അഭിമാനം തന്നെയാണ്. അപ്പോൾ സാർ ഇങ്ങനെ ഒരു പാട്ടിനെ കുറിച്ച് ആലോചിക്കാനും ആ ഒരു ഇത് എങ്ങനെയാ തുടങ്ങിയ സാർ ഇങ്ങനെ ഒരു പാട്ട് ഞാൻ ചെയ്യാം എന്നൊരു തീരുമാനവും എങ്ങനെയാണ് സാർ പണ്ട് തൊട്ടേ പാട്ടൊക്കെ പാടാറുണ്ടോ? ഞാൻ പാട്ടുകൾ അങ്ങനെ പാടാറില്ല, പക്ഷേ എപ്പോഴും പല വരികളൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നിയ ഓണക്കാലമായതുകൊണ്ട് ഓണത്തിൻ്റെ ഒരുക്കങ്ങളും ഓണത്തുമായി ബന്ധപ്പെട്ട പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളും ഓണവിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാട്ട് രചിക്കാമെന്ന് എനിക്ക് തോന്നി. അത് 2-3 വരി എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു കുറച്ചുകൂടെ വരികൾ കൂട്ടിച്ചേർക്കണം തോന്നി. അങ്ങനെ അതൊരു പാട്ടായിട്ട് മാറി എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ സാറിന് കുഞ്ഞിലത്തെ ഓർമ്മകളും ഇപ്പോൾ സ്കൂളിൽ കുട്ടികളുമായിട്ടുള്ള ഓർമ്മകളും റിട്ടയർമെൻറ്റ് ജീവിതം കഴിഞ്ഞ് കുടുംബമായിട്ടുള്ള ഓണമൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ടാവും. അപ്പോൾ ഈ ഓർമ്മകളെല്ലാം ചേർത്തൊരുക്കിയായിരിക്കും സാർ ഈ വരികളൊക്കെ സൃഷ്ടിച്ചത്. അപ്പം എങ്ങനെയാണ് സാറിൻ്റെ ഈ 3 കാലഘട്ടത്തിലും സാർ സഞ്ചരിച്ച സാറിൻ്റെ ഓണം ഓർമ്മകളും ഇതൊക്കെ എന്താണ്? അതെ, തീർച്ചയായിട്ടും എൻ്റെ ബാല്യകാല ഓർമ്മകൾ ഈ പാട്ട് എഴുതുന്നതിൽ ഒരുപാട് സഹായകമായിട്ടുണ്ട്. എൻ്റെ സ്കൂൾ ജീവിതം എന്ന് പറയുന്നത് കോഴിക്കോടാണ്. എൻ്റെ അമ്മ കോഴിക്കോട് ഒരു സ്കൂളിലെ അധ്യാപികയായിരുന്നു. അപ്പം അവിടെ ഞാൻ 9ാം ക്ലാസ് വരെ അവിടെയാണ് പഠിച്ചത്. അന്നത്തെ ഓണം എന്ന് പറയുന്നത് ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓണമാണ്. കുട്ടികളെല്ലാം പൂക്കൊട്ടകൾ തയ്യാറാക്കി കഴുത്തിലിട്ടുകൊണ്ട് ഓല കൊണ്ട് തയ്യാറാക്കിയാണ്. അപ്പോൾ ആ ഓലക്കൊട്ടയെ കഴുത്തിൽ തൂക്കിയിട്ടുകൊണ്ട് പൂവേ പോൽ പൂവും പറിച്ചില്ല കൊട്ടയിലും ഇട്ടില്ല എന്ന് പറഞ്ഞ് പാടി ഇങ്ങനെ തൊടികളിൽ ഇങ്ങനെ പോവും. അങ്ങനെ പോകുമ്പോൾ കാട്ടുപൂക്കളൊക്കെയാണ്, പലതരത്തിലുള്ള പൂക്കളൊക്കെ പറിച്ച് കൊട്ടയിലിടും. പൂവിട്ട് നിറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് തോടുകളും ഇടവഴികളും ഒക്കെ ഇങ്ങനെ കടന്ന് ഞങ്ങളുടെ വീട്ടുമുറ്റത്തെത്തി എല്ലാവരും പിരിഞ്ഞു പോയി അവരവരുടെ വീട്ടിൽ പൂക്കളം തീർക്കും. ആ ഒരു ഓർമ്മ. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു വരി എഴുതിയിട്ടുണ്ട്. കുഞ്ഞിലെ സാറ് ഓണാഘോഷ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഇപ്പം നമുക്കൊരു ജെൻസി ഓണം തന്നെയാണ്. ഇപ്പം എല്ലാം വളരെ വ്യത്യസ്തമാണ്. പണ്ടത്തെ കാലത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം എല്ലാം വളരെ മോഡേൺ ആയിട്ടുള്ള ഓണമാണ്. പക്ഷേ ഇപ്പോഴും നമ്മളൊക്കെ തനതായ ഓണം ആഘോഷിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. വീട്ടിലൊക്കെ ഉപ്പേരിയൊക്കെ വറുത്ത സദ്യകളൊക്കെ ഉണ്ടാക്കി. അപ്പം പുതിയൊരു ഓണത്തെ പറ്റി സ്കൂളിലെ കുട്ടികളുമായിട്ടൊക്കെ ആഘോഷിക്കുമ്പോൾ സാർ പുതിയ ഓണത്തെ പറ്റി എന്താണ് സാറിന് പറയാനുള്ളത്? അതെ, തീർച്ചയായിട്ടും കാലത്തിനൊത്ത മാറ്റം ഓണത്തിനും വരുന്നുണ്ട്, ഓണത്തിൻ്റെ ആഘോഷങ്ങൾ. പക്ഷേ ഓണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓണമാകുമ്പോൾ നമ്മൾ ബഹുഭൂരിപക്ഷം പേരും ജെൻസികളാണെങ്കിലും ആ പഴയത് വിടാതെ തന്നെയാണ് അവർ പുതിയ കാര്യങ്ങളിലേക്ക് വരുന്നത്. അവർ എക്സ്ട്രാ ഒരു കണ്ണാടിയും കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെക്കും, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്യും. പക്ഷേ പലപ്പോഴും ആ ഓണത്തിൻ്റെ വിശേഷങ്ങൾ ഓണത്തിൻ്റെ ആചാരങ്ങൾ അതെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. ആഘോഷങ്ങളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ളേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മളും അതിനനുസരിച്ച് പോകണമല്ലോ, കാലത്തിനനുസരിച്ചുള്ള മാറ്റം നമുക്കും ഉണ്ടാകണം. എനിക്കൊരു സർപ്രൈസ് ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഈ വേഷത്തിൽ വന്നു. എൻ്റെ കുട്ടികൾ ഇന്നിട്ടിരിക്കുന്ന കുറേ പേരും ഇതേ വേഷത്തിലാണ്. അത് കണ്ടപ്പോൾ അവരെന്നെ അടുത്ത് വിളിച്ചു, ആ സാറ് ഞങ്ങളുടെ വൈബിലാണല്ലോ എന്ന് ചോദിച്ചു. വളരെ സന്തോഷമായി. അതൊരു ശരിക്കും സർപ്രൈസിങ് മൊമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ സാർ ഇങ്ങനെ ഒരു മനോഹരമായ പാട്ട് എഴുതി ചിട്ടപ്പെടുത്തി തയ്യാറാക്കി. അപ്പോൾ ഈ സാറിന് ഈ പാട്ടിൻ്റെ ഒരുപാട് ഓർമ്മകളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സാർ ഈ 2 വരി പാടണം. ഞാൻ പാടുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എനിക്ക് അത്ര എൻ്റെ പാട്ടിന് പറ്റിയ ശബ്ദമൊന്നും അല്ലെങ്കിലും ഞാൻ 2 പേര് പാടാം. പൊന്നോണം വരവായേ പൂക്കാലം വരവായേ പൊന്നോണപ്പൂത്തുമ്പി പാറി നടക്കുന്നേ പൊന്നോണം വരവായേ പൂക്കാലം വരവായേ പൊന്നോണപ്പൂത്തുമ്പി പാറി നടക്കുന്നേ കതിരി വിളഞ്ഞൊരു നെൽപ്പാടങ്ങൾ കാണാൻ എന്തൊരു ചേലാണേ പാടവരമ്പിന്മേലെ കൊമ്പിൽ പച്ചത്തത്തകൾ പാടുന്നേ. വളരെ മനോഹരമായൊരു പാട്ടായിരുന്നു. കറക്റ്റ് സാറ് പറഞ്ഞതുപോലെ തന്നെ പഴയ ഓർമ്മകൾ ഒരുപാട് കോർത്തിണക്കിയുള്ളൊരു പാട്ട് തന്നെയാണ്. അപ്പോൾ സാറിന് ഒരുപാട് സന്തോഷമുണ്ട്. ഈ പാട്ട് സാർ എവിടെയാണ്, യൂട്യൂബിലാണോ, എങ്ങനെയാണ് ഇത് റിലീസ് ചെയ്തത്? സാറ് തന്നെയാണോ ഇതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തതും എല്ലാം? അല്ല, ഞാനിത് യൂട്യൂബിലാണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഈ പാട്ട് പിന്നെ ഞാൻ എഴുതി അത് സംഗീതം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പാട്ട് ഞാൻ എഴുതി മ്യൂസിക് ചെയ്തിരിക്കുന്നത് എറണാകുളത്തുള്ള പിന്നെ ഷേണിഷ സിബിൻ എന്ന് പറയുന്ന ഒരു പിന്നെ ലേഡിയാണ്. വളരെ നല്ല രീതിയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുകയും അതിലുപരി മനോഹരമായിട്ട് അത് ആലപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഗീതവും ആലാപനവും നിർവഹിച്ചത് ഷേണിബ സിബിനാണ്. അപ്പോൾ എറണാകുളത്തുള്ള ഒരു സ്റ്റുഡിയോയിലാണ് ഇത് റെക്കോർഡ് ചെയ്തത്. അത് പിന്നീട് ഞാൻ യൂട്യൂബിൽ റിലീസ് ചെയ്യുകയാണ് ഉണ്ടായത്.
അപ്പം സാറിൻ്റെ ഈ ഓണം വളരെ മനോഹരമായ ഒരു പുതിയ ഓണം തന്നെയാണ്. സാർ ഇങ്ങനെ ഒരു പാട്ടൊക്കെ രചിച്ച് ആദ്യമായിട്ട് സാർ ഇങ്ങനെ ഒരു കാര്യമൊക്കെ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നമുക്ക് വേണ്ടി ഒരു പാട്ട് രചിക്കുക എന്ന് പറയുന്ന വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഓണക്കാലത്ത് സാർ ഇങ്ങനെ ഒരു പാട്ട് നമ്മുടെ നാട്ടിലേക്ക് നൽകിയതിന്. അപ്പോൾ ഒരുപാട് നന്മയുള്ളൊരു ഓണം ആശംസിക്കുന്നു. സാറിനും ഒരു വലിയൊരു ഓണം ആശംസകൾ നേരുന്നു. താങ്ക് യു വെരി മച്ച്. അതുപോലെ തന്നെ എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാ മാധ്യമപ്രവർത്തകർക്കും നല്ല ഒരു സന്തോഷകരമായ ഒരു ഓണം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.